നമുക്കിന്നൊരു പൊതിച്ചോറ് കെട്ടിയാലോ? അതിനാദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് മുരിങ്ങാക്കായ് കൊണ്ട് ഒരു മെഴുക്ക് പുരട്ടി. ആദ്യം പാൻ അടുപ്പത്ത് വെക്കുക. അത് ചൂടായെന്ന് കണ്ടാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കടുകിടുക. കടുകിട്ടതിന് ശേഷം സവാള ഇടുക. സവാള ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. വഴണ്ട് വന്ന ശേഷം അതിലേക്ക് കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ടതിന് ശേഷം ഞാൻ ഇഞ്ചി വേണ്ട വെളുത്തുള്ളിയാണ് ഇടുന്നത്. വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് തക്കാളി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളീൻ്റെ വെള്ളം ഇറങ്ങുന്നത് വരെ തക്കാളിയിൽ നിന്ന് വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി ഒരു പരുവായിന്ന് കണ്ടാൽ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുക. തക്കാളി ഉടയുന്ന വരെ വഴറ്റി കൊടുക്കുക. തക്കാളി ഉടഞ്ഞതിന് ശേഷം അതിലേക്ക് നല്ലോണം ഒന്ന് വഴണ്ട് വന്നോട്ടെ കേട്ടോ. തക്കാളിയെല്ലാം നല്ലോണം ഇതായി വരണം, എന്നാലേ അതിൻ്റെ രസം ഉണ്ടാവുള്ളൂ. അപ്പം എൻ്റെ അടുത്ത് പച്ച തക്കാളി പോലെ ആയിരുന്നു, നല്ല പഴുപ്പുള്ള തക്കാളി ഒന്നുമല്ല. അപ്പോൾ എന്താക്കാം, അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ടൊക്കെ അത് കാണാൻ പറയാൻ വിട്ടുപോയതാട്ടോ. അന്നേരം അപ്പം അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തേക്ക് ഞാൻ മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ മാന്തി കണക്ക് കിട്ടിയട്ടോ. മാന്ത വലിയ മാന്തയാണ്. പിന്നെ മസാല പറ്റും നിങ്ങൾക്കറിയാമല്ലോ. അന്നതിന് ശേഷം അത് വന്നതിന് ശേഷം മുരിങ്ങാക്കായ് ഇടുക. മുരിങ്ങാക്കായ് ഇട്ടിട്ട് കൂടി എല്ലാം കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുരിങ്ങാക്കായിൽ ഇതാക്കട്ടെ, നല്ലോണം എല്ലായിടത്തും ഉപ്പെല്ലാം ഇതാകുന്നവരെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് മുളക് പൊടി ഇടുക. കുറച്ച് മതി കേട്ടോ. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ടതിന് ശേഷം മസാലകളൊക്കെ പിടിക്കുന്നത് വരെ, അതായത് നല്ലോണം എല്ലായിടത്തും മസാല പിടിക്കുന്നത് വരെ, മുരിങ്ങാക്കായിൽ എല്ലായിടത്തും പിടിക്കട്ടെ വരെ വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് മുരിങ്ങാക്കായ് വേകാൻ പാകത്തിലുള്ള വെള്ളമാണ്. കുറേ ഒന്നും ഒഴിച്ചിട്ടില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. വേകാൻ പാകത്തിലുള്ള വെള്ളം മൂടി വെച്ചിട്ട് വറ്റിക്കോട്ടെ. വറ്റിയതിന് ശേഷം അടിപൊളി ടേസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി വെക്കണേ ഇത്. കാരണം ഇത് ചപ്പാത്തീൻ്റെ കൂടെ നല്ല രസം ഉണ്ടാവും കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയണേ എന്നോട്. അതിന് ശേഷം അത് നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇനി ഉപ്പേരിയിലേക്ക് പോകാം. ബീട്രൂട്ട് ഉപ്പേരിയാണ്. അപ്പോൾ ബീട്രൂട്ട് ഉപ്പേരിക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. ചട്ടി അടുപ്പത്ത് വെച്ചാൽ ചൂടായി നാണ്ടേരം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കടുകിടുക. കടുക് പൊട്ടി വന്നതിന് ശേഷം അതിൽ കറിവേപ്പില ഇട്ടതിന് ശേഷം അത് വലിയുള്ളി ഇട്ടതിന് ശേഷം നല്ലോണം വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട് അതിലേക്ക് ഇടുക. ബീട്രൂട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തതാണ്, മുറിച്ചിട്ടതല്ല. അപ്പോൾ ബീട്രൂട്ട് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഉള്ളിയും കറിവേപ്പിലയും ഇതൊക്കെ പിടിക്കേണ്ടിയിട്ടാണ്. ഉപ്പ് ഞാനിപ്പോൾ ഇട്ടിട്ടില്ല, ഉപ്പ് ഞാൻ അരപ്പിലാണ് കൂട്ടിയത്. നമുക്ക് അരപ്പ് ഇടാം അതിലേക്ക്. ഇതായിന്ന് കണ്ടാൽ വെന്തെന്ന് കണ്ടാൽ നമുക്ക് അതിലേക്ക് അരപ്പിടാം. അരപ്പിലേക്ക് ഞാൻ തേങ്ങ, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇതാണ് അരപ്പിലേക്ക്. അത് ഇട്ടിട്ട് നല്ലോണം എന്താക്കുക, എല്ലായിടത്തും മിക്സ് ചെയ്യുക. എന്നിട്ട് മൂടി വെക്കുക. പിന്നെ നമുക്ക് മുട്ട പൊരിച്ചുണ്ടാക്കാം. മുട്ട പൊരിക്കാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കെല്ലാം അറിയുന്നതല്ലേ. ആംപ്ലേറ്റ് അതിൽ ഞാൻ കൂട്ടിയത് കറിവേപ്പില, മല്ലിച്ചപ്പ്, പച്ചമുളക്, ഉള്ളി. നമുക്ക് പൊതിച്ചോറ് കിട്ടാം. ഇനിയപ്പോൾ നല്ലോണം വാഴൻ്റെ ഇല മുറിച്ചുകൊണ്ടുവന്ന് അത് നല്ലോണം വാട്ടി അവിടെ വെച്ച് അതിൻ്റെ മേലേക്ക് ചോറിട്ട് അതിന് ശേഷം അതിലേക്ക് മുരിങ്ങാക്കായ് മെഴുക്ക് പുരട്ടി വെച്ച് അതിന് ശേഷം അതിലേക്ക് നമ്മളെ ബീട്രൂട്ട് ഉപ്പേരി വെച്ചതിന് ശേഷം അതിലേക്ക് ചമ്മന്തി വെച്ച് അതിൻ്റെ ശേഷം അതിലേക്ക് മുട്ട പൊരിച്ച് അതിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് മീൻ പൊരിച്ചതും വെച്ച് മാന്ത പൊരിച്ചതും വെക്കുക. മാന്ത പൊരിച്ചതിന് ശേഷം നമുക്ക് എന്താക്കുക, ഒരു വാഴനാര് കൊണ്ട് കെട്ടാം. കെട്ടി അതിനെ നമുക്ക് ഉച്ചക്കേക്ക് എടുക്കാം കേട്ടോ. ഉച്ചക്കേക്ക് അത് തുറന്നാൽ പടച്ചോനെ അതിൻ്റെ ടേസ്റ്റ് നിങ്ങളൊന്ന് നോക്കണേ.
അടിപൊളിയായിരിക്കും. അപ്പോൾ മോനിതാ വന്നിക്ക് അത് തുറക്കാൻ വേണ്ടിയിട്ട് അതാ തുറന്ന് അവനതാ കഴിക്കാൻ വേണ്ടി പോകുന്നു. ഇതൊന്നും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നോടൊന്ന് പറയണേ, ഇതൊക്കെ പാടെ കൂടിയിട്ട്. അപ്പോൾ മോനത് ഉണ്ടാക്കുന്ന അപ്പോൾ പിന്നെ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് എന്തായാലും നിങ്ങൾ ചെയ്യണേ. നിങ്ങളെ കമൻറ്റിൽ കൂടെയാണ് എനിക്ക് എന്താക്കാൻ പറ്റുന്നത്, അടുത്ത വീഡിയോക്ക് അത് നന്നാക്കി എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ അവിടെ തുടക്കക്കാരാണ്. അപ്പോൾ ഓക്കെ, ബായ്.